ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഇറങ്ങുന്നതിന് സ്തോത്രിച്ച് Daddy, we acknowledge your presence. We are in the glory realm. Daddy, ഇന്ന് രാത്രി ഞങ്ങളുടെ പാട്ട്, സ്തുതി, ആരാധന, ഓ രമ വചന ധ്യാനം എല്ലാം ആധാരം നാമം ഗ്ലോറിഫൈഡ് ആവട്ടെ. ഓ ഞങ്ങളെ പണിയപ്പെടട്ടെ, ഞങ്ങൾ ട്രാൻസ്ഫോംഡ് ആവട്ടെ കർത്താവേ. ഓ റീമാനഗസ്യ ഞങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ഓ തലത്തിൽ കർത്താവേ പുത്രത്വത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും വളരട്ടെ കർത്താവേ. ഓ ഓ ഞങ്ങൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെടട്ടെ കർത്താവേ. ഓ ഉണർവിനായി ഓരോരുത്തരും കർത്താവേ ഓ റിമരഹസ്യ എണ്ണയുള്ള വിളക്കെടുത്തവരായി തീരട്ടെ കർത്താവേ. ഓ റിമരഹസ്യ റിമാരഹരഹ ശബ്ദരബ ഓ റികോറസ്യ കർത്താവ് പറഞ്ഞല്ലോ ഒരു ചെറിയ ശേഷിപ്പ് പൗലോസിനോട് പറയും, ഒരു ചെറിയൊരു ശേഷിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ശേഷിപ്പുള്ളവരായി ഞങ്ങൾ ഓരോരുത്തരുമായി തീരട്ടെ കർത്താവേ. യേശുവിന്റെ ജീവൻ ഞങ്ങൾ വ്യാപരിക്കട്ടെ കർത്താവേ. യേശുവിന്റെ ജീവൻ ഞങ്ങൾ വ്യാപരിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതിനെല്ലാം ഇന്ന് രാത്രി ഞങ്ങൾ ഹല്ലേലൂയ ശാസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ. കഴിഞ്ഞ ആഴ്ചകൾ ഞങ്ങൾ പഠിച്ച ഗ്ലോറിയുടെ തലങ്ങൾ പരിശുദ്ധാത്മാവേ ഞങ്ങളെ വീണ്ടും ഓർപ്പിച്ചു തരണമേ. ആ വചനങ്ങളെല്ലാം ഞങ്ങൾ ക്രിയ ചെയ്യണമേ കർത്താവേ. ഓ ഞങ്ങളെ പണിയണമേ കർത്താവേ. അങ്ങയുടെ മഹത്വമല്ലാതെ ഒന്നും ഞങ്ങൾ കൊതിക്കുന്നില്ല കർത്താവേ, ആഗ്രഹിക്കുന്നില്ല കർത്താവേ. ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ആ ഗ്ലോറി റലത്തിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ ഹല്ലേലൂയ. ആഴമേറിയ വിശ്വാസം ഞങ്ങളെ തരണമേ കർത്താവേ. ഓ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം കർത്താവേ. അടിയനെയും കടന്നു വരുന്ന ദാസനെ ഇന്ന് രാത്രി ശക്തമായി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കണമേ. ഞങ്ങളോട് പരിശുദ്ധാത്മാവ് മാത്രം സംസാരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഓർക്കരുത് കർത്താവേ. തിരത്താൽ മറയ്ക്കണമേ. കടന്നു വരുന്ന കർത്താവേ ഹല്ലേലൂയ. ഇന്ന് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവ് കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡിവൈസസിനെ കവർ ചെയ്ത് the blood of Jesus. ഓരോ കുടുംബങ്ങളെ യേശുവിന്റെ കവർ ചെയ്ത് മുദ്രയിടുന്ന കർത്താവേ. ഞങ്ങളുടെ ചിന്തകളെ, വിചാരങ്ങളെ, ഇച്ഛകളെ, മോഹങ്ങളെ എല്ലാം ഹല്ലേലൂയ മാറ്റി നിർത്തി ക്രിസ്തുവിലേക്കുള്ള ഏകാഗ്രതയുള്ള ഒരു മനസ്സാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവേ. ഓ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ വ്യാകുലതകളും വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ ആ ജീവന്റെ മൊഴികൾ ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ പണിയപ്പെടണമേ. ആ ജീവന്റെ മൊഴികൾ കേട്ട് ഓരോ ദിവസവും നിത്യ ജീവങ്ങളിലേക്ക് ഞങ്ങൾ ആ പുത്രത്വത്തിലേക്ക് കിങ്ഡം പ്രിൻസിപ്പിൾ അനുസരിച്ച് കിങ്ഡത്തിന്റെ അധികാരങ്ങൾ ഈ ദിവസവും ഞങ്ങളിൽ തുറക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെ അപ്പ അനുഗ്രഹിക്കണമേ. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. കുറവുകളെ ക്ഷമിക്കണം, തിരത്താൽ കഴുകണം കർത്താവ്. എല്ലാ ഡിവൈസസിനെ വീണ്ടും കവർ ചെയ്യുന്നു. Let the angels help to do this ministry. Let the Holy Spirit control this ministry. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. ഇന്ന് കേൾക്കുന്ന സാക്ഷ്യം അതിനെല്ലാം പപ്പ ഞങ്ങളിൽ വലിയ വിശ്വാസം വളർത്തണമേ. അപ്പനോട് കൂടുതൽ ഞങ്ങളെ അടുപ്പിക്കണമേ കർത്താവേ. സകല പ്രാർത്ഥനയാചനയപ്പിച്ച് കിട്ടിയ കൃപയ്ക്കായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചിട്ട് സാക്ഷ്യത്തേക്കും വചനത്തിലേക്ക് നമുക്ക് കിടക്കാം. പ്രാർത്ഥനയോടെ കൂടി ആയിരിക്കുക. ഹല്ലേലൂയ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ നിനക്ക് വേദന വരുത്തി വെച്ചതി നീ ജന്യാ
ഞാനയ്യോ പരമനീതിയൻ ദുരിതത്താൽ എന്നെ അറിവാൻ നിന്നൊരു നേരം അരമെന്നിയതാൽ അറിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ അലിഞ്ഞു നിശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വീട്ടല്ലോ നന്ദി കെട്ട ഈ നരക അഗ്നിയിൽ നിന്നു നേടാൻ മന്നവാതിരു പൊൻകുരുതിനി ചിന്തി നിന്നല്ലോ ദൈവകോപത്തിൻ ദർശനം വിട്ടു പാപി ഞാനൊളിച്ചിടാൻ സർവലോകത്തിൽ നായക നിൻ വിലാപം വീണ്ടല്ലോ മരിച്ചവർക്കമൃതായി നിൻ ദേഹത്തെ നുറുക്കിയോ ജീവനാഥ മുറിഞ്ഞുടഞ്ഞ നിൻ തിരുമയിൽ രക്തം ചൊരിഞ്ഞല്ലോ അനിഷ്ടപാപിനി തിരുപുണ്യങ്ങളിൽ ശരണം വെച്ചു വന്നയ്യോ തിരുപ്രതിമയ അടിമയെ കൃപ നിറഞ്ഞ കർത്താവേ മനസ്സോടെ ശാപമരത്തി തൂങ്ങിയ ബലുവേലാദേവജാത നിനക്ക് വേദന വരുത്തി വച്ചതി നീതന്യാരയോ. ഈ ദൈവമക്കളെ ഈ പാട്ട് പാടുമ്പോൾ ഞാൻ ഒരിക്കൽ സിസ്റ്ററിലൂടെ ഇത് ഓരോ ക്ലാസ്സിന് കയറുമ്പോഴും മീറ്റിങ്ങിന് കയറുമ്പോഴും സിസ്റ്റർ പറയും ഒരു അത്ഭുതം അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ എന്തെങ്കിലും സിസ്റ്റർ പറയും ദൈവം നമ്മളിൽ അത്ഭുതം ചെയ്യുമെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു അത്ഭുതവും നടന്നില്ലെന്ന്. കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഓട്ടം പോയിരുന്നതാണ് ലോഡുമായിട്ട് പോയി ലോഡ് ഇറക്കി കഴിഞ്ഞു. പക്ഷെ ഒരു ചതുപ്പിലോട്ട് ആ വണ്ടി ആവുകയാണെങ്കിൽ സഹായിപ്പാൻ ആരുമില്ല. രാത്രി സമയമാണ്, ആ സ്ഥലത്ത് ആരുമില്ല മോനെ സഹായിക്കാൻ പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു അടുത്ത ഒരു ഓട്ടം ടൈം വെച്ച് അടുത്തൊരു സമയത്ത് എത്തുകയും വേണം വേറൊരു ഓട്ടം എടുക്കാൻ. അപ്പൊ ദൈവം അത് ഈ ഗ്രൂപ്പിലൂടെ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതം ചെയ്ത കാര്യമാണ്. ഇവിടെ ആ ചതുപ്പ് നിലത്തിൽ വീഴുവാൻ ഇടയാകാതെ ഇവനായ ദൈവം വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ യഹോവേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, എന്റെ കുഞ്ഞൊരു നാളിൽ ലജ്ജിക്കുവാൻ ഇടയാകരുതേ. വലിയവനായ ദൈവത്തിന്റെ വചനം പറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെടുമെന്ന് എന്റെ കുഞ്ഞിനെ അവിടെ വിളിച്ചു. വലിയവനായ ദൈവത്തിന് മകത്വം. മറ്റൊരു ജീവിക്കുന്നൊരു സാക്ഷ്യം. ഒരു ഹിന്ദു കുടുംബം, ഒരു മകൾ മരുമകൻ 2 കൊച്ചു കുഞ്ഞുങ്ങള്. ആ അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് 4 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് അപ്പൻ ഇട്ടിട്ട് ഉപേക്ഷിച്ചു പോയൊരു കുടുംബമാണ്. കഷ്ടപ്പെട്ട് വളർത്തിയൊരു കുടുംബം. യേശുവിനെ കൊടുക്കുവാൻ ഈ ഗ്രൂപ്പില് മുമ്പേ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പിൽ ഞാൻ കയറി ദൈവം ഇടപെട്ടതിന് ശേഷം സിസ്റ്റർ ഇന്ദുലേഖ സിസ്റ്റർ അത്ഭുതം ചെയ്യുന്ന ക്ലാസ് പഠിപ്പിക്കുന്ന സമയത്ത് അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് പറഞ്ഞതിന് ശേഷം നടന്ന അത്ഭുതമാണിത്. അവിടെ വീണ്ടും പോകുവാനും ബൈബിൾ കൊടുക്കുവാനും യേശുവിനെ കുറിച്ച് നിരന്തരം ചെന്ന് മാനസാന്തരത്തെ കുറിച്ച് കർത്താവ് വരവിങ്കൽ നമ്മളെ ചേർക്കുന്നതിനെ കുറിച്ച് എല്ലാം ഇങ്ങനെ നിരന്തരം പറയുവാനിടയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസം ആ മാതാവിനെ ശത്രു അപകടത്തിൽ കൊണ്ടുപോയി എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച് കൊണ്ടുപോയി, വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി. ഇവിടെ എല്ലാം ദൈവം പ്രവർത്തിച്ചു. വീണ്ടും വെള്ളിയാഴ്ച ഞാൻ
കഴിഞ്ഞ് ഞാൻ ഉപവാസമായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ബൈബിൾ എടുത്തപ്പോൾ ആ വീട്ടിൽ പോകാൻ എനിക്കൊരു പ്രേരണ. അപ്പം ദൈവം ഇടയാക്കുന്നതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവം തന്റെ നാമമഹത്വമാകണം, യേശു ജീവിക്കണം, അത് എന്നിലൂടെ ഇടയാക്കണേ എന്ന് പ്രയത്നിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ അവിടെ കർത്താവിന്റെ വചനം എന്ന് വെച്ചാൽ, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതം. അപ്പൊ കർത്താവിന്റെ ഒരു അത്ഭുതമായിട്ട് നമ്മളെ ഇടയാക്കി തീർക്കണം. അതിനുവേണ്ടി ആ ഭവനത്തിൽ ചെന്ന് കാല് കുത്തുകയാണ്. പോകുന്ന സമയത്ത് ആ മകള് പറഞ്ഞു, അത് 8 മണിക്ക് സ്കൂളിൽ അവര് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷം അമ്മയെ കാണാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, 1.5 മണിക്കൂർ യേശുവിനെ കുറിച്ച് അവിടെ വീണ്ടും പറയുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചതെല്ലാം പറഞ്ഞു. പക്ഷേ തിരിച്ച് ഞാൻ 3:30 മണിക്ക് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഫോൺ കോൾ വരുന്നു. എന്റെ സഹോദരൻ എനിക്ക് ഫോൺ കോൾ ചെയ്യുന്നു, അവിടെ എത്രയും പെട്ടെന്ന് ഓടി ചെല്ലണമെന്ന്. ഞാനും എന്റെ ഇളയ മകനുമായിട്ട് അവിടെ ചെല്ലാനിടയായി. ഒരു കിണറ്റിനകത്ത് രാവിലെ 8:30 വീണ സിസ്റ്റർ, അമ്മച്ചി, ആ ചേച്ചി 67 വയസ്സുണ്ട്, എന്നേക്കാൾ വണ്ണമുണ്ട്. പക്ഷേ ശത്രു അവരെ തകർക്കാൻ നോക്കിയെങ്കിലും അവർ വീണിട്ട് ഒരു പോറൽ പോലും. അപ്പൊ ഞാൻ ഈ മോളോട് പറഞ്ഞു, യേശു ജീവിക്കുന്നു, നീ അത് വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നീ ഇപ്പം പ്രാർത്ഥിച്ച നിന്റെ അമ്മ ജീവനോടെ നിന്റെ വീട്ടിൽ വരും. അവരുടെ കയ്യിൽ ഫോണൊന്നും അവർ കൊണ്ടുപോയില്ല, അത് കാരണം വിളിക്കാനും നിവർത്തിയില്ല. ഒരു പോലീസുകാരൻ നിന്റെ വീട്ടിൽ ഇറങ്ങിക്കയറാൻ ഇടയാവില്ല. ശത്രു നിങ്ങളെ മുടിക്കുവാനും അറുക്കാനും വരുന്നു. യേശു നിങ്ങളെ ചേർത്തണയ്ക്കുന്നു, സ്നേഹിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇല്ലേലും ആ അമ്മ വരാൻ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ ബൈബിൾ എടുത്ത സമയത്ത് കാണാം. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചോണ്ട് വഴുതികളെ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. വീട്ടിൽ വന്ന് ഫോൺ വന്നു. തിരിച്ചു വന്നപ്പോ ഇങ്ങനെ നിൽക്കുന്നു. എന്റെ യേശുവേ, 8:30 മണി മുതൽ 4:30 മണി വരെ വെള്ളത്തിൽ നിന്നിട്ട് ഒരു ദോഷവും വരാതെ കണ്ടു, ഒരു പോറൽ പോലും ഏൽക്കാതെ, ഇത്രയും തണുത്തിട്ടും ദൈവം യേശു ജീവിക്കുന്ന നാട്ടില് അറിയത്തക്കവണ്ണം ദൈവം ഇടയാക്കി. ഫയർഫോഴ്സുകാർ വന്നു, അവരെ എടുത്തു. ഞാനും എന്റെ മോനും കൂടി തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇടയായത്. അവരെല്ലാം ദൈവം അത്ഭുതകരമായിട്ട് വിടിവിച്ചു. ഇന്ന് ജീവിക്കും. വീണ്ടും ഞാൻ അവിടെ ഒരു ചെന്ന് വീണ്ടും പറയാനിടയിൽ ഞാൻ ദിവസം ഡെയിലി ബ്ലെസ്സിങ് ഇട്ട് കൊടുക്കും അവർക്ക്, രാമയ്ക്കും മകൾക്ക്. എന്റെ കഴിവല്ല, കർത്താവ് അവരെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് മാത്രമാണ് ഇതിനെല്ലാം ഇടയായത്. ഇന്ന് ആ സഹോദര ഭവനത്തിൽ നിലവിളി വരുവാൻ ശത്രു ഒരുക്കിയെങ്കിലും വലിയവനായ ദൈവം യേശു ജീവിക്കുന്നത് കൊണ്ട് ആ കുടുംബം യേശുവിനെ വിളിക്കുവാൻ ഇടയാകുന്നു. ദൈവനാമം മഹത്വമായി തീരട്ടെ. ഇതിന് അവസരം തന്ന സഹോദരിയെ കർത്താവ് കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. കേൾക്കുവാൻ, ഈ സാക്ഷ്യം കേൾക്കുവാൻ ദൈവം ഇടയാക്കിയ എല്ലാ ദൈവമക്കളെയും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു സാക്ഷ്യം കൂടെ, എന്റെ ഫോണിംഗ് പ്രശ്നമായിരുന്നു. എന്റെ വണ്ടിയിൽ ഇട്ടിരുന്ന് ഇത് ഡിസ്പ്ലേയുടെ പ്രശ്നം, ഇങ്ങനെ ഒരു അല്പം മാത്രമേ ഈ മൊബൈലുമായി ടച്ച് ഉണ്ടായിരുന്നുള്ളൂ, ഇളകി കിടന്നു. അങ്ങനെ ഒരു വിഷമമായിരുന്നു എനിക്ക്. പ്രേയറിന് ഒന്നിനും പറ്റാത്തൊരു വിഷമായിരുന്നു. എന്നെ വലിയവനായ ദൈവം അത് ആ ഡിസ്പ്ലേ ശരിയാക്കി തന്നു. എനിക്ക് വീണ്ടും മീറ്റിങ്ങിന് കയറുവാൻ ദൈവം സഹായിച്ചു. ദൈവനാമം മഹത്വമായി തീരട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. എല്ലാ മഹത്വം എന്റെ സ്വർഗത്തിലെ കർത്താവിനെ കരയേറ്റുന്നു. റോമാലേഖനം 11:5 പറയുന്നു, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. ഈ കാലത്തിലും ഹല്ലേലൂയ. പഴയ നിയമം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഏലിയാവ് പറയുന്നുണ്ട്. ഏലിയാവ് നമുക്കറിയാം, തീയിറക്കി ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത ഏലിയാവ് കർത്താവിനോട് ചോദിക്കും, കർത്താവേ ഞാൻ മാത്രമേ ഉള്ളൂ? അപ്പൊ കർത്താവ് പറയുന്നുണ്ട്, ഇല്ല, ഒരു ശേഷിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. ഏലിയാവല്ലാതെ വേറെ 7000 പേര് ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ആ ശേഷിപ്പിലുള്ളവരാണ് ദൈവമക്കളെ ഇന്ന് കൂടിയിരിക്കുന്ന ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് അത്രയും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് കർത്താവിനോടുള്ളത്. നമ്മളെ ഓരോരുത്തരെയും പനതകുമാരി സിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരെയും ഈ ശേഷിപ്പിലുള്ളവരെയാണ് കർത്താവ് ശക്തമായ കർത്താവിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ അനേകരെ എഴുന്നേൽപ്പിക്കുന്നവരായിരിക്കണം. നമ്മൾ അനേകരെ വിട്ടുവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, നമ്മൾ ഈ ദിവസങ്ങൾ ആ പുത്രത്വത്തിന്റെ ഹല്ലേലൂയ ആ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വളർന്നു വരുന്തോറും നമ്മളിലൂടെ അനേക കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആത്മീയ തലങ്ങളിൽ ഉള്ള ആ പക്വതയ്ക്ക് വീണ്ടും ജനനം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, നമ്മുടെ മനസ്സ് പുതുക്കുക, നമ്മളെ കെട്ടിപ്പണിയുക, നമുക്കൊരു രൂപാന്തരമുണ്ട്, നമ്മളെ ക്രിസ്തുവിന് അനുരൂപരാകുക, നമുക്കൊരു മഹത്വീകരണമുണ്ട്. അങ്ങനെ ആത്മീയ തലങ്ങളിൽ ഹല്ലേലൂയ
ആ തലങ്ങളിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മള് വീണ്ടും ജനനം പ്രാപിച്ചപ്പോ നമ്മള് എന്താ പറയാ, വീണ്ടും ജനനം പ്രാപിച്ച് നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ കൃപയാലാണ്. കൃപയാൽ അത്രേ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് അവന്റെ ശേഷിപ്പായി നിൽക്കാനാണ്. ഒരുപാട് പേരൊന്നും ഈ ശേഷിപ്പിനകത്ത് ഇല്ല ദൈവമക്കളെ. അതുകൊണ്ട് തന്നെയാണ് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന ഒരു ചെറിയ ശേഷിപ്പ് എനിക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെടുവാൻ, നമ്മൾ സ്നാനപ്പെടുവാൻ നമ്മൾ ഒരു വിലയും കൊടുത്തില്ല. എല്ലാം ഹല്ലേലൂയ വിശ്വാസത്താൽ നടന്നു. എന്നാൽ നമ്മൾ ഓരോരുത്തരെയും വിളിച്ച വിളിയിലേക്ക്, ആ ഡെസ്റ്റിനിയിലേക്ക്, ആ ദൈവത്തിന്റെ അസൈൻമെന്റിലേക്ക് നമ്മൾ എത്തുവാൻ നമ്മൾ വില കൊടുക്കണം. നമ്മൾ ആത്മാവിന് വേണ്ടി നമ്മൾ ആത്മാവിന് സറണ്ടർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആത്മാവിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പെട്ടകത്തിന്റെ ബേളിൽ ഇറങ്ങിയ തേജസ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. നമ്മുടെ അകത്തെ ആ ക്രിസ്തു ഹോപ്പ് ഓഫ് ദി ഗ്ലോറി നമ്മുടെ ഉള്ളിൽ വന്നു. ഹല്ലേലൂയ. ആ നമ്മളെ ക്രിസ്തു വന്നത് നമ്മളെ ഒരു കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ ഡെസ്റ്റിനിയിലേക്ക് നമ്മളെ എത്തിക്കാനാണ്. ഹല്ലേലൂയ. അതുവരെ എത്തിക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് നമ്മളെ കരുതുന്നവരാണ്, നമ്മളെ സഹായിക്കുന്നവരാണ്, നമ്മളെ നിയന്ത്രിക്കുന്നവരാണ്. നമുക്കറിയപ്പെട്ട ഒബേദെദോമിന്റെ ഭവനത്തിൽ നിന്നപ്പോൾ അവർ അനുഗ്രഹപ്പെട്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കൺട്രോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ പുത്രത്വത്തിലേക്ക് നമ്മൾ പ്രാപിക്കും. നമ്മൾ കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടും. റോമാലേഖനം 8:4 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ റോമാലേഖനം 8:4 ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തി ആകേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. ഇത് നമ്മുടെ അകത്ത് നടക്കുന്ന ഒരു നടത്തിപ്പാണ്. നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ ഒരു നടത്തിപ്പുണ്ട്. ഈ നടത്തിപ്പ് നമ്മുടെ അവയവങ്ങളിൽ ഹല്ലേലൂയ അത് നീതിയായി വെളിപ്പെട്ട് വരണം. നമ്മുടെ പുതിയ നിയമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ റൈറ്റ്യസ്നെസ് നമ്മുടെ അവയവങ്ങളിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വിട്ട്, വ്യവസ്ഥ വിട്ട് നമ്മൾ മാറി പോകുമ്പോഴാണ് പല ബാരിയേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. എന്നാൽ പുതിയ നിയമത്തിന്റെ റിയാലിറ്റി, അതിന്റെ സത്യം, വെളിപ്പാടുകൾ നമ്മൾ ഹല്ലേലൂയ മനസ്സിലാക്കി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളെ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നമ്മിൽ ആ നീതി വെളിപ്പെടും ദൈവമക്കളെ. റോമാലേഖനം 8:2 പറയുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മൾ സ്വതന്ത്രരാണ്. അവിടെ നമുക്ക് ആ ഒരു ക്രിസ്തുവിന്റെ റെസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ദൈവത്തിന്റെ മഹത്വത്തിന് അകത്താണ് നമ്മള്. ഹല്ലേലൂയ. നമ്മളിൽ മാനസാന്തരവും നമ്മുടെ ആ ക്രൂശിൽ നടന്ന വെളിപ്പാടുകളും ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഓരോ ബാരിയേഴ്സും തന്നെ പൊട്ടി പോകും ദൈവമക്കളെ. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് യേശുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ എഫേർട്ട് കൊണ്ടല്ല, അവന്റെ ജീവനാലാണ് നമ്മളെ കർത്താവിനെ പോലെ ആക്കി തീർക്കുന്നത്. റോമാലേഖനം അതിൽ നമുക്ക് 3 പാർട്ട് കാണാം. 1-ാം അധ്യായത്തിന്റെ 1st ചാപ്റ്റർ തൊട്ട് 8ാമത്തെ ചാപ്റ്റർ വരെ പറയുന്നത് എന്താണ്? എന്താ പറയാ? ഹല്ലേലൂയ. ഒരു വ്യക്തിയെ യേശുവിനെ പോലെ ആക്കുക. 12-ാം അധ്യായം മുതൽ 16ാമത്തെ ചാപ്റ്റേഴ്സ് വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു സഭയായി ഒരു വ്യക്തിയെ പണിയുക. റോമാലേഖനം 8:29 പറയുന്നു, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ആരൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം യേശുവിനെ പോലെ ജീവിക്കുന്ന ഒരു ശേഷിപ്പ് ഈ ലോകത്തിലുണ്ട്. പലരും പറയാറുണ്ട്, ഓ കർത്താവിന്റെ കൽപ്പനകൾ കട്ടിയാണ്, എനിക്കത് അനുസരിക്കാൻ പാടാണ്. ഹല്ലേലൂയ.
പക്ഷേ ദിനത്തോറും നമ്മുടെ കർത്താവിന്റെ നമ്മളെ കുറവുകൾ ഏറ്റുപറയാൻ മാനസാന്തരപ്പെടുക. നമുക്ക് ലഭിക്കുന്ന വചനത്തിന്റെ ആഴത്തേറിയ വെളിപ്പാടുകൾ ഹല്ലേലൂയ ആ ബാരിയേഴ്സിനെ എല്ലാം പൊട്ടിച്ച് നമ്മൾ സ്വതന്ത്രരാം ദൈവമക്കളെ. ഹല്ലേലൂയ യേശുവിന്റെ ജീവനാണ് ഹല്ലേലൂയ യേശുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-24 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ 23-24 ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പം നമ്മുടെ ഉള്ളത്തിൽ ഹല്ലേലൂയ വീണ്ടെടുപ്പ് ആയ പുത്രത്വത്തിന് വേണ്ടി ആത്മാവ് കാത്തിരിക്കുകയാണ്. 24-ാമത്തെ വാക്യം പറയുന്നു, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? ഹല്ലേലൂയ. 3:21 നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളിപ്പോൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ്. എത്ര പേർക്ക് അതില് ഹല്ലേലൂയ നിശ്ചയമുണ്ട്? നമ്മുടെ പ്രവൃത്തിയാലല്ല, യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ്. we are all become righteous people. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് നീതി എന്ന പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ഉള്ളിൽ ഒരു വെളിപ്പാടായി വരണം ദൈവമക്കളെ. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ശരീരത്തെ നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോൾ എന്നാലും പല പാപ സ്വഭാവങ്ങളും നമ്മളിൽ ഉണ്ടല്ലോ. പക്ഷെ വചനം എന്താണ് പറയുന്നത്? നമ്മളെ നീതിയായി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെല്ലാവരും നീതിമാന്മാരായി. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ നമ്മുടെ അനുഭവത്തെയാണോ, നമ്മൾ കാണുന്നതിനെയാണോ വിശ്വസിക്കുന്നത്, അതോ വചനത്തെയാണോ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം. പൗലോസ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 3-ാം അധ്യായത്തിൽ പറയുന്ന വിശ്വാസത്താലുള്ള നീതീകരണം. 4-ാം അധ്യായത്തില് അബ്രഹാമിന്റെ കാര്യം പറയുന്നു. 5-ാം അധ്യായത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് പറയുന്നു. പക്ഷെ എന്തിനാണ് അവിടെ പൗലോസ് 4-ാം അധ്യായത്തില് ഹല്ലേലൂയ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അബ്രഹാമിനെ കുറിച്ചൊരു എക്സാമ്പിൾ പൗലോസ് അവിടെ പറയുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമിനെ മുന്നമേ ദൈവം അബ്രഹാമിന് മുന്നേ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, അടുത്ത ആണ്ടിൽ ഈ സമയം നിനക്കൊരു സന്തതിയെ തരും. പക്ഷെ അബ്രഹാമിന്റെ സാറയുടെ അവസ്ഥ എന്താണ്? ഹല്ലേലൂയ. അവർ വയസ്സ് ചെന്നവരാണ്. അവർ ഗർഭപാത്രം നിർജീവമായി പോയി. ഒരു സാധ്യതയും ആ ശരീരത്തിൽ ഇല്ല. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുന്നു ഹല്ലേലൂയ അടുത്ത ആണ്ടിൽ ഹല്ലേലൂയ അവർക്ക് ഒരു കുഞ്ഞുണ്ടാകും. ഹല്ലേലൂയ. നമുക്കറിയാം, പലപ്പോഴും നമ്മളെ കേട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് പ്രായം കൂടുന്തോറും അല്ലെ, നമ്മളൊക്കെ കുറച്ച് ഏജ് കൂടെ ഉള്ളവരാണ്, ആ ഏജിലേക്ക് പൊക്കോണ്ടിരിക്കുന്നവരാണ്. പക്ഷെ നമ്മള് ആ സാറയുടെ സ്ഥാനത്ത് നമ്മൾ ചിന്തിച്ചു നോക്കിയേ, അത്രയും ഏജിലേക്ക് വരുമ്പോൾ ആ സാറയ്ക്ക് ഉണ്ടായിരുന്നത് പോലൊരു വിശ്വാസം നമുക്കുണ്ടോ? സാറയുടെ ഗർഭപാത്രം നിർജീവമായി തുടങ്ങിയെങ്കിലും ഹല്ലേലൂയ അതുരസിക്കാര വിശ്വാസത്തിൽ സാറ ഒട്ടും തളർന്നില്ല. ഹല്ലേലൂയ. സാറയ്ക്ക് 89 വയസ്സുള്ളപ്പോൾ വീണ്ടും ദൈവം ഹല്ലേലൂയ അബ്രഹാമിന് വീണ്ടും പ്രത്യക്ഷനായി അബ്രഹാമിനോട് ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവാകുന്നു. അവരുടെ ശരീരം ബലഹീനമായിരിക്കുന്ന കാലത്ത് അവരെ ബലപ്പെടുത്തുവാൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവായ ദൈവം അവർക്ക് വെളിപ്പെട്ടു. ഹല്ലേലൂയ. സർവബലവും ഇല്ലാതായാലും ദൈവമക്കളെ ദൈവത്തിന്റെ ജീവൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മൾ പോസിബിൾ അല്ല എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും യേശുവിന്റെ ജീവൻ റിസറക്ഷൻ പവർ നമ്മൾ വ്യാപരിക്കുമ്പോൾ എന്താ പറയാ, ലോകം അല്ലെങ്കിൽ ഈ നാച്ചുറൽ റെലം നടക്കില്ല എന്ന് പറയുന്നത് അവിടെ നടക്കും. നിന്റെ ഭാര്യയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നിരിക്കണം. ഞാൻ അവരെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ
തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാരും അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. പിന്നത്തെ നമുക്കറിയാം, ഹല്ലേലൂയ, അവിടെ സന്തതിയായി ഇസഹാക്കിലൂടെ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ അത് നോക്കുമ്പോൾ യേശു ക്രിസ്തുവാണ് അവിടെ നിന്ന് ജനിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമുക്ക് കാണാം എന്താണ് അവരുടെ നോക്കിയാൽ അവരുടെ ബുദ്ധിപരം അവർ നോക്കിയാൽ ഈ കുടുംബത്തിൽ ഇനി ഒരു കുഞ്ഞിനെ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്കറിയാം പിന്നെ ഹാഗറിന്റെ അടുത്ത് പോയി ഇശ്മയേലിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ മറ്റൊരാശ അവന്റെ അകത്ത് വന്നു. എന്താണ് ആദ്യത്തെ ആശ? നമുക്കറിയാം ആശയ്ക്ക് വിരോധമായി അബ്രഹാം എന്താണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിച്ചു. ഞാൻ പലയിടത്തും വചനം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം ഈ വചനം വായിച്ചത് എന്താണ് ഈ ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിച്ചു, എന്താണ് അതിന്റെ ഒരു ഡീപ്പ് മീനിങ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ മറ്റൊരാശ ഹല്ലേലൂയ അവന്റെ അകത്ത് വന്നു. ആദ്യത്തെ ആശ എന്താണ്? അബ്രഹാമിന്റെ സെൻസിൽ നിന്ന്, ഹല്ലേലൂയ, അവന്റെ അറിവിൽ നിന്നാണ് വന്നത്, അവന്റെ പരിചയത്തിൽ നിന്നാണ് കേട്ടത്, അവന്റെ കേൾവിയിൽ നിന്നാണ്. ഹല്ലേലൂയ. എന്നാൽ രണ്ടാമത്തെ ആശ വന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന വചനത്തിൽ നിന്നാണ്. ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ പോസിബിൾ അല്ല എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മുടെ സെൻസ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ്, നമ്മുടെ കേൾവികൾ, നമ്മുടെ ചുറ്റുമുള്ളവർ പറയുന്നത് അതാണ് ആദ്യത്തെ ആശ. രണ്ടാമത്തെ ആശ എന്താണ്? ആ ആശയ്ക്ക് വിരോധമായ അബ്രഹാം ദൈവം പറഞ്ഞ വിശ്വാസത്തിന്റെ ആ വചനത്തെ വിശ്വാസത്താൽ അബ്രഹാം പിടിച്ചെടുത്തു. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് എന്താ പറയാ? അബ്രഹാം ദൈവം കൊടുത്ത ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നാൽ ഒരു പക്ഷെ നമ്മളെല്ലാവർക്കും അറിയാം, ഹല്ലേലൂയ, നമ്മളൊരു വളരെ പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മളൊരു ദൈവവചനം നമ്മളോട് ഇടപെട്ടാൽ, ഒരു ദൈവ ശബ്ദം നമ്മുടെ ഉള്ളിൽ കേട്ടാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തില്ലേ? ഹല്ലേലൂയ. നമ്മുടെ എല്ലാ കൺഫ്യൂഷൻസും മാറ്റി. ഹല്ലേലൂയ. ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. കഴിഞ്ഞ ഒരു 3-4 ദിവസം മുന്നേ എനിക്ക് അന്യഭാഷയുടെ വ്യാഖ്യാന വരത്തിന് വേണ്ടി ശക്തമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ. കാര്യം അത് ഒത്തിരി ശുശ്രൂഷയ്ക്ക് സഹായിക്കും. അങ്ങനെ ഒരു അഭിഷിക്തൻ എന്നെ ഇങ്ങോട്ട് വിളിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, പാസ്റ്റർ എന്താ? അപ്പൊ ഞാൻ പറയുന്ന അന്യഭാഷയുടെ പാസ്റ്റർ കുറെ വചനങ്ങളാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. നമ്മൾ എന്താണ് പറയുന്നത് പലപ്പോഴും നമുക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു ഇനി അത് കിട്ടത്തില്ലായിരിക്കുന്നു. പക്ഷേ ആ ദേവദാസൻ നിന്നും അങ്ങനെയുള്ള ഒരു ദൂത് ഞാൻ കേട്ടപ്പോൾ ഹല്ലേലൂയ, എന്റെ ഉള്ളിൽ ആഴമേറെ വിശ്വാസം വന്നു. ഞാൻ ഇനി അത് അധികം ഇനി പ്രാർത്ഥിക്കേണ്ട ആ വിഷയത്തിന് വേണ്ടി, പക്ഷേ വീണ്ടും കർത്താവ് എന്റെ ഉള്ളിൽ ഒരു വലിയ ഉറപ്പ് തന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, അതുകൊണ്ട് നിങ്ങൾ അധികമായി അന്യഭാഷയിൽ ലഭിക്കാത്തവർക്ക് കർത്താവ് തീർച്ചയായും ഇതിനകത്ത് തരും. എല്ലാവരെയും കർത്താവ് ഉണർവിനായി വിളിച്ചിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അന്യഭാഷയുടെ വ്യാഖ്യാനപരത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്താ പറയുക, നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. ഹല്ലേലൂയ. അതിലൂടെ ആ ദേവദാസന് ആ ഒരു വരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര ഹെൽപ്ഫുൾ ആയി. ഹല്ലേലൂയ. എന്റെ അന്യഭാഷ കേട്ടിട്ട് അത് ആ പാസ്റ്റർ വ്യാഖ്യാനിച്ച് എന്നോട് പറഞ്ഞു തന്നു. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ വൺ മിസ്റ്ററീസ് ആണ് നമ്മളെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജഡത്തിൽ നിന്നൊരു ആശ വരും. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ എന്താ പറയുക, ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന ആശകളുണ്ട്. ആ ആശയ്ക്ക് വിരോധമായി അബ്രഹാം ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചപ്പോൾ അവിടെ മിറക്കിൾ നടന്നു. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് പറയുന്നു, നാം യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് നമ്മൾ നീതിയാണെന്ന് വിശ്വസിക്കുമ്പോൾ ഈ നീതി നമ്മളിൽ ഹല്ലേലൂയ നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കും. ഹല്ലേലൂയ. ഇത് ആരംഭിക്കുന്നത് നമുക്കറിയാം മനസാന്തരത്തിൽ, ദൈവവചനത്തിലുള്ള ആ ദിവസം തോറുമുള്ള രൂപാന്തരം. റോമാലേഖനം 12:1 നമ്മൾ വായിക്കുമ്പോൾ കാണാം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പൊ നമ്മുടെ ശരീരം യാഗമായി നമ്മൾ സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ജീവൻ ഒഴുകാൻ തുടങ്ങും. ഈ ജീവൻ ഹല്ലേലൂയ
ആണ് നമ്മളെ ആ വിശുദ്ധിയിലേക്ക്, ആ കർത്താവ് ആഗ്രഹിക്കുന്ന ആ വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ. ആ ജീവൻ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്കറിയാം ഏലിയാവ് പറയും 12 കല്ലുകൾ പെറുക്കി വെച്ചു അല്ലെ. തന്റെ യാഗം, ഇടിഞ്ഞു കിടന്ന യാഗത്തെ ഏലിയാവ് പണിത് ഹല്ലേലൂയ ആ വെച്ച് ആ യാഗത്തിൽ തീ ഇറങ്ങി. നമ്മുടെ ശരീരങ്ങളെ അതുപോലെ ജീവനും വിശുദ്ധിയും അർപ്പിക്കുമ്പോഴാണ് ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നത്. നമ്മളെ യാഗമായ തീർച്ചയായും ദൈവമക്കളെ ഹല്ലേലൂയ അവിടെ മഹത്വം ഇറങ്ങും, ഗ്ലോറി ഇറങ്ങും. നമ്മളിപ്പോ സാധാരണ നമ്മൾ പറയാറില്ലേ, കർത്താവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ വചനം കേൾക്കുമ്പോഴും നമ്മൾ ആത്മാവിൽ ഒരു ആരാധന നമ്മൾ ആയിരിക്കുമ്പോഴും നമുക്ക് പ്രസൻസ് അനുഭവിക്കാൻ കഴിയും. പക്ഷെ ഗ്ലോറി ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഹല്ലേലൂയ. അത് തീ പോലെ ഇറങ്ങുന്നതാണ്, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. ആ ഗ്ലോറി ഇറങ്ങുമ്പോൾ നമുക്ക് അവിടെ ചിലത് കാണാൻ കഴിയും. ജനം ഇങ്ങനെ തെറിച്ചു പോകുന്നതായിട്ട് കാണാം. ഹല്ലേലൂയ. ചിലർ എന്താ പറയാ, ശക്തമേറിയ ദൂതന്മാരുടെ അന്യഭാഷ പറയുന്നത് കാണാം. അല്ലെങ്കിൽ രോഗികൾ സൗഖ്യമാകുന്നത് കാണാം. ആരെയും തൊട്ടിട്ടല്ല അവിടെ സൗഖ്യമാകുന്നത്. ആ ഗ്ലോറിയുടെ തീ ഇറങ്ങുമ്പോൾ അങ്ങനെയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ജോൺ ജി ലേക്ക് എന്ന് പറഞ്ഞൊരു മിഷണറിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹല്ലേലൂയ. ആ ഒരു ടെസ്റ്റിമണി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ജോൺ ജി ലേക്കിന്റെ തന്റെ ചരിത്രം, ലൈഫ് ഹിസ്റ്ററി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഹല്ലേലൂയ തന്റെ സ്ട്രെച്ചറിലാണ് വരുന്നത്. സ്ട്രെച്ചറിൽ വന്നിട്ട് താൻ ഇരുന്ന് കുറെ നേരം ഈ ജോൺ ജി ലേക്കിനോട് രാഷ്ട്രീയം സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. കുറച്ചു കഴിഞ്ഞിട്ട് ജോൺ ജി ലേക്ക് ഈ മനുഷ്യൻ ഇറങ്ങി പോകുന്ന കണ്ടിട്ട് ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചു. ഹല്ലേലൂയ. ആ മനുഷ്യൻ വന്നത് സ്ട്രെച്ചർ വീൽ ചെയറിലാണ് വന്നത്, പക്ഷെ തിരിച്ച് നടന്നാണ് പോയത്. ആ മനുഷ്യൻ പോലും ആ സൗഖ്യത്തെ മനസ്സിലാക്കി. ദൈവങ്ങൾ ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് എന്താണ് ഗ്ലോറി. ആ ഒരു തലങ്ങളിലേക്ക് നമ്മൾ വളർന്നു വരണമെന്നാണ് പറയുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ അതുരഹസ്യ, ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോണിൽ ഒരു സഹോദരിയോടോ അല്ലെങ്കിൽ പാസ്റ്റേഴ്സിനോടോ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവിടെ മിറക്കിൾ നടക്കും. അത് ജീവൻ നമ്മളിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്നവര്, നമ്മളോട് സംസാരിക്കുന്നവര് നമ്മളിങ്ങനെ വചനം പ്രസംഗിക്കുമ്പോൾ ആത്മാവിൽ നമ്മൾ പാടുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും. അവിടെ ജീവൻ വ്യാപരിക്കും. നമ്മളിൽ നിന്ന് അനേകരിലേക്ക് ജീവൻ വ്യാപരിക്കും. സിസ്റ്റർ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ജീവൻ വ്യാപരിക്കുമ്പോൾ നമ്മളൊരു ദേശത്തെ നേടും, നമ്മുടെ കുടുംബത്തെ നേടും. ഹല്ലേലൂയ. നമ്മൾ അനേകർക്ക് ജീവൻ പകരുന്നവരായി തീരും. അപ്പൊ യേശു കർത്താവ് തന്റെ ആത്മാവിനെ നമുക്ക് തന്നത് കർത്താവിന്റെ ജീവൻ നമ്മിൽ പകരാൻ വേണ്ടിയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്കെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം വേണം, പക്ഷെ കർത്താവ് പ്രസാദിക്കുന്നത് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കാനാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവർ വളരെ ചുരുക്കമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാനല്ല. ദൈവത്തിന്റെ ഹിതം നമ്മളെ നിറവേറണമെങ്കിൽ ആത്മാവിനാൽ നമ്മൾ ജയിക്കുമ്പോൾ ഈ ഫ്ലഷിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയും. അല്ലാതെ നമ്മുടെ എബിലിറ്റി കൊണ്ടോ നമ്മള് ഒത്തിരി പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് ഈ ഫ്ലഷിനെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ പറയണം, പരിശുദ്ധാത്മാവേ അങ്ങ് എന്നെ സഹായിക്കണമേ. യേശുപ്പ അങ്ങയുടെ ജീവൻ എന്റെ മേൽ പകരണമേ, എന്റെ അവയവങ്ങളിൽ പകരണമേ, എന്റെ 5 സെൻസിൽ പകരണമേ. ആ കിങ്ഡം ഹല്ലേലൂയ ദൈവരാജ്യത്തെ കുറിച്ചാണ് യേശു കർത്താവ് പ്രസംഗിച്ചത്, പ്രീച്ച് ചെയ്തത്. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്. ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവരാജ്യത്തിന്റെ വലിയ കൽപ്പനകൾ, പ്രിൻസിപ്പിൾസ് ആണ് കർത്താവ് പ്രസംഗിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ ആക്കണമേ. ആത്മാവിന് മാത്രമേ ഹല്ലേലൂയ നമുക്ക് ഇന്നത് പാപമാണ്, ഇന്നത് ദൈവഹിതമാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പാടിയ പാട്ട് അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ പാടുന്ന പാട്ടുകൾ മുഴുവൻ കർത്താവ് നമ്മളെ സഹായിച്ചു, കർത്താവ് നമ്മളെ ഇത്രത്തോളം നടത്തി
ശക്തി എല്ലാം നമ്മളിപ്പം ഹാലലിയ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചെങ്കിലും ദൈവമക്കളെ, we are all seated in the heavenlies. We are God's children. നമുക്ക് കർത്താവ് തരേണ്ടതെല്ലാം തരും, because it's already prepared in the spiritual realm. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട മെയിൻ കാര്യം ഹാലലൂയ. ഓക്കെ, ഫസ്റ്റ് യു ഹാവ് ടു എന്താ പറയാ, ഗ്ലോറിഫൈ ജീസസ്. ഹാലലൂയ. what all things, എന്തൊക്കെയാണ് കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തത്, എന്തിനാണ് കർത്താവ് വന്നത്, കർത്താവ് നമ്മളെ വിടുവിച്ചത്, കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞത്, കർത്താവ് അടിമണരാൽ നമുക്ക് തന്ന സൗഖ്യം, ഇതൊക്കെയാണ് ആക്ച്വലി when we worship the Lord നമ്മൾ പറയേണ്ടത്. അല്ലാതെ ഇത്രത്തോളം എന്നെ കർത്താവ് സഹായിച്ചു, അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എന്നെ ജീവനോട് നിർത്തി, നമ്മുടെ പ്രാർത്ഥന സ്റ്റൈലുകളൊക്കെ നമുക്ക് മാറ്റേണ്ടതുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 6:1-2 നമ്മൾ വായിക്കുമ്പോൾ ലേഖനം 6:1-2. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ച് മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. എന്താണ് അവിടെ പറയുന്നത്? ഹല്ലേലൂയ. നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, സാധാരണ മാനസാന്തരമല്ല. ഹല്ലേലൂയ. എന്താണ് നിർജീവ പ്രവൃത്തികൾ? ജീവനില്ലാത്ത പ്രവൃത്തികൾ. ജീവൻ ആരിലാണുള്ളത്? ക്രിസ്തുവിലാണുള്ളത്. അപ്പൊ ക്രിസ്തു ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ജീവിക്കുന്നു അതെല്ലാം നിർജീവ പ്രവൃത്തികളാണ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇതെല്ലാം ഫൗണ്ടേഷൻസ് ആണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ പറയാ, പല പ്രസംഗങ്ങളും പലതും കേട്ട് കൺഫ്യൂഷനായി വീണ്ടും വീണ്ടും ഈ ഫൗണ്ടേഷൻസ് എല്ലാം വീണ്ടും വീണ്ടും ഇട്ടു കൊള്ളുകയാണ്. നമുക്ക് നല്ലൊരു ഫൗണ്ടേഷൻ നമുക്കുണ്ട്. ആ ഫൗണ്ടേഷൻ നമ്മൾ നിൽക്കണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എന്റെ ചുവട് ലഘുവും എന്റെ മുഖം മൃദുവുമാവുന്നു. യേശു ക്രിസ്തുവിലാണ്, ഈ ക്രൈസ്റ്റിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ നമുക്ക് ഭാരമുള്ളതല്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞൊരു കാര്യം, നമുക്ക് ബോഡി സോൾ സ്പിരിറ്റ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സോളും ബോഡിയും ചേർന്ന് ചെയ്യുന്ന ഓരോ സ്പിരിറ്റും എന്താ പറയാ, ഓരോ സ്റ്റെപ്പും അത് ജഡികമാണ്, അത് ഫ്ലഷ്ലിയാണ്. എന്നാൽ ആത്മാവിനാൽ നമ്മുടെ സോളിനെ ഹല്ലേലൂയ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ്, ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും സംഭവിച്ച എന്താണ്? ആ പഴം കഴിക്കരുതെന്ന് പറഞ്ഞ പഴം കഴിച്ചപ്പോൾ ഹല്ലേലൂയ അവർ ദൈവശബ്ദം കേൾക്കാതെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് അവർ സംസാരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്നാണ് ഇരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ. പക്ഷെ ആ ആത്മാവിനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അലൗ ചെയ്യുന്നെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ദൈവമേ, യേശുവിന്റെ സ്വഭാവം നമ്മളിൽ കൊണ്ടുവരുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് പറയും. നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് പലപ്പോഴും പല പാപ വഴികളിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 3:1-3 വരെ വായിക്കുമ്പോൾ നമുക്കറിയാം. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ലോകത്തിലേക്ക് തിരിച്ച് ആ മുഖം തിരിച്ച് നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിയണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവമക്കളെ നമ്മളെ സഹായിക്കും. അതിന് നമ്മുടെ പ്രാർത്ഥനകൾ പോലും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ രൂപാന്തരത്തിനും ഹല്ലേലൂയ നമ്മുടെ ക്രിസ്തുവിനോ അനുരൂപമാകാനും നമ്മുടെ ഇന്നർ മാൻ ശക്തിപ്പെടുവാനും ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അന്യഭാഷയെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറഞ്ഞു, ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. നിങ്ങൾ സകലതും സ്തോത്രത്തോടു കൂടി ദൈവത്തെ അറിയിക്കുക അത്രേ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളുടെ മേലും മറുപടിക്കായി നമ്മൾ പലരുടെയും പുറകെ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഓർക്കണം, ഹല്ലേലൂയ, ദൈവ വഴിവിട്ട് ഹല്ലേലൂയ ദൈവ വഴിവിട്ട് നമ്മൾ
മാമോന്റെ പുറകെ പോവുക. മാമോന്റെ പുറകെ പോയാൽ അത് ചതിയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, ഞാൻ കർത്താവ് ചോദിക്കുകയാണ്, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയും, പൗലോസിനോട് ചോദിച്ചു നിന്റെ വിശ്വാസം എന്താണ്? പൗലോസ് പറയും, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അത് നമ്മളോടാണ് ആ ക്വസ്റ്റ്യൻ കർത്താവ് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കർത്താവ് എനിക്ക് സൗഖ്യം തന്നു, കർത്താവ് എനിക്ക് അത് ചെയ്തു വന്നു, ഇത് ചെയ്തു വന്നു. പക്ഷെ ദൈവമക്കളെ, നമ്മളെ സ്വർഗത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഭൂമിയിൽ ഒരുപാട് നിക്ഷേപങ്ങൾ നമ്മൾ സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ സ്വർഗത്തിലേക്കുള്ള നിക്ഷേപം നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ? ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. ശിക്ഷാവിധി ഇല്ലെങ്കിൽ പിന്നെ എന്താണ് പരിശുദ്ധാത്മാവിടെ ന്യായവിധിയെ കുറിച്ച് പറയുന്നത്? ഹല്ലേലൂയ. അവിടെ ശത്രു, ഹല്ലേലൂയ, ദുഷ്ടനായ സാത്താന്റെ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. സകലരെയും ഹല്ലേലൂയ അവൻ പാപ വഴികളിലേക്ക് അവൻ നയിച്ചുകൊണ്ടിരിക്കും. കർത്താവിന്റെ വളരെ എന്താ പറയാ വരവിന്റെ ഏറ്റവും അവസാന നിമിഷങ്ങൾ നമ്മൾ ആയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ ഉണർവ് നമ്മുടെ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് UK, നമ്മുടെ ഗൾഫ് കൺട്രീസ് ഒക്കെ ആയിട്ട്, ഹല്ലേലൂയ, അമേരിക്കയിലൊക്കെ ആയിട്ട് ശക്തമായ ഉണർവ് ഹല്ലേലൂയ തുടങ്ങുകയായി. നമ്മുടെ കേരളത്തിൽ നിന്ന്, ഈ കൊച്ചു കേരളത്തിൽ ശക്തമായ സഭകൾ അതിനായി പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മാമോന്റെ പുറകെ പോയാൽ ഹല്ലേലൂയ, അവൻ ഓൾറെഡി ന്യായവിധി ജഡ്ജ്മെന്റ് കർത്താവ് വെച്ചു കഴിഞ്ഞു, അവനുള്ള ശിക്ഷ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ആരെ സേവിക്കണം? മാമോനെ സേവിക്കണമോ അതോ ദൈവത്തെ അനുസരിച്ച് ഹല്ലേലൂയ ക്രിസ്തുവിന് അനുരൂപരായി ഈ ഭൂമിയിൽ ഹല്ലേലൂയ കർത്താവിന്റെ പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് മുന്നേ വെച്ച ഓട്ടം ഹല്ലേലൂയ അത് സ്ഥിരതയോടെ ഓടി ഹല്ലേലൂയ നമ്മൾ ആ പ്രതിഫലം വാങ്ങാൻ ഭീമാ കോടതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പൊരുതിയതിന് ഹല്ലേലൂയ പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ ഓട്ടം തികച്ചവർക്ക് മാത്രമാണ് അവിടെ കിരീടം ലഭിക്കുന്നത്. ലോകത്തിന്റെ പുറകെ പോയി നേടിയ നേട്ടങ്ങൾക്കൊന്നും അവിടെ പ്രതിഫലമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, സ്വർഗത്തിലേക്കുള്ള നിക്ഷേപം നിങ്ങൾ ഹല്ലേലൂയ നിക്ഷേപം നിങ്ങൾ പ്രാപിക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിത്യ ലജ്ജയ്ക്കിടയാകും. യോഹന്നാൻ സുവിശേഷം 1:14 നമ്മൾ വായിക്കുമ്പോൾ, പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ് കൃപയും, ആ കൃപയെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ യോഹന്നാൻ സുവിശേഷം 1:14 ഞാൻ വായിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. John 1:14 says, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതന്റെ തേജസ്സായി കണ്ടു. ഹല്ലേലൂയ. ക്രിസ്തുവിലാണ് ഗ്ലോറി ഉള്ളത്, ക്രിസ്തുവിലാണ് തേജസ് ഉള്ളത്. ഹല്ലേലൂയ. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കൃപയ്ക്ക് ആക്ച്വലി 3 അർത്ഥങ്ങളുണ്ട് ദൈവമക്കളെ. ഒന്ന്, ലോകത്തിൻ്റെതല്ലാത്ത ഒരു സൗന്ദര്യം, അതാണ് ക്രിസ്തുവിൽ ഉണ്ടായിരുന്നത്. അലൗകികമായ സൗന്ദര്യം, ഇംഗ്ലീഷിൽ പറഞ്ഞ നോട്ട് എ വെൽ ഡിഫൈൻഡ് ബ്യൂട്ടി, that beauty only comes from heaven. Hallelujah. അതുകൊണ്ടാണ് കർത്താവിനെ കാണുന്നവർ എല്ലാം എന്താ പറയാ, അവരുടെ മനസ്സലിഞ്ഞു പോകുന്നു, അവർ മാനസാന്തരപ്പെടുന്നു, കർത്താവിനെ ഓടി വന്ന് സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ഈ ഗ്രേസ് ആണ്. ഹല്ലേലൂയ. അത് ഹെവൻലി ആണ്. ഹല്ലേലൂയ. ഹെവൻലി ബ്യൂട്ടിയാണ്. ഹല്ലേലൂയ. നമുക്ക് പലതും ഈ ലോകത്തിൽ മനോഹരമായി മഹത്വം എന്ന് നമുക്ക് തോന്നുന്നത് ഹല്ലേലൂയ അതുരസ്യ അതെല്ലാം ഹല്ലേലൂയ എന്താ പറയാ ആ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്നാൽ പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ ഹല്ലേലൂയ സൗന്ദര്യത്തിൽ മാത്രമാണ് ആ മഹത്വമുള്ളത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ മതത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും എന്താ പറയാ യേശുവിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല. ഏത് വ്യക്തിയും യേശുവിനെ കണ്ടാൽ മാനസാന്തരപ്പെടും. നമ്മൾ ഓരോരുത്തരും ആ ക്രിസ്തുവിന്റെ ആ തേജസ്കരണത്തിലേക്ക് നമ്മൾ വരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് നമ്മളിൽ ക്രിസ്തുവിനെ കാണുമ്പോൾ ആ ഗ്രേസ് നമ്മളിൽ കാണും. അത് ലൗകികമല്ല ദൈവമക്കളെ, ആ ബ്യൂട്ടി ഒരിക്കലും ലൗകികമല്ല. ഹല്ലേലൂയ. മനോഹരമായ നമ്മുടെ മനസ്സിന് പലരും ചിലരെ കണ്ടത്. നമ്മളിപ്പോ കാതറിൻ കുൽമിന്റെ കാര്യം ഞാൻ ഒരു 2 മിനിറ്റ് കൂടെ എടുത്തിട്ട് പാസ്റ്റർ ഞാൻ ഇപ്പൊ തരാം. കാതറിൻ കുൽമിന് ഒരു അഭിഷിക്ത ഉണ്ടായിരുന്നു ഫോറിൻ കൺട്രിയില്. ആ കാതറിൻ കുൽമിൻ ഒരു ഹോട്ടലില് ആ ദേശത്ത് പ്രസംഗിക്കാൻ വന്നപ്പോൾ ആ ഹോട്ടലിൽ കയറുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു സഹോദരനും ഒരു സഹോദരി പാപം ചെയ്യാൻ അവിടെ ഹോട്ടലിൽ റൂം എടുക്കാൻ വന്നവരായിരുന്നു. അവർ ഈ കാതറിൻ കുൽമാൻ നടന്നു പോകുന്നത് കണ്ട് അവിടെ താഴെ വീണു. അവർ കരയാൻ തുടങ്ങി. അവർക്ക് പാപത്തിന് ഭയങ്കര കുറ്റബോധം ഉണ്ടായി. ഹല്ലേലൂയ. ആക്ച്വലി ഇതാണ് ഗ്ലോറി റലത്തിൽ നടക്കുന്നത്. ആ സഹോദരൻ പിന്നത്തേയിൽ പാസ്റ്ററായി എന്നാണ് കേട്ടത്. സോ അതുകൊണ്ടാണ് ഈ ഗ്ലോറി റലത്തിലേക്ക് യേശുവിന്റെ ജീവൻ നമ്മളിൽ അവയവങ്ങളിൽ വ്യാപരിച്ച് ഈ ഗ്ലോറി നമ്മൾ വെളിപ്പെടുമ്പോൾ നമ്മളുടെ അടുത്ത് വരുന്നവര്, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് വരുന്നവര് നമ്മളെ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടക്കും. ജനം മാനസാന്തരപ്പെടും, ജനം രക്ഷയിലേക്ക് വരും, രോഗികൾ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. ഈ മഹത്വത്തിനായി ദിവസങ്ങൾ നമ്മളെ തന്നെ താഴ്മയോടെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം ദൈവമക്കളെ. കർത്താവേ, വചനത്തിന് ഈ ഒരു കുറഞ്ഞൊരു ശേഷിപ്പ് കർത്താവ് വെച്ചിരിക്കുന്നല്ലോ. അപ്പൊ അതിനായി ഞങ്ങളെ വിളിച്ചിരിക്കുന്നല്ലോ കർത്താവേ. ഈ ഉണർവിനായി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ കർത്താവേ. ഈ ലോകത്തിലുള്ള മഹത്വത്തെ അല്ല കർത്താവേ, ആ സ്വർഗീയ മഹത്വത്തിലേക്ക് ഈ ദിവസങ്ങൾ ഞങ്ങളെ നയിക്കണമേ കർത്താവേ. യേശുവിന്റെ ജീവൻ ഞങ്ങൾ വ്യാപരിക്കണമേ. കിങ്ഡം അതോറിറ്റി ഞങ്ങളിൽ ഓപ്പണായി വരട്ടെ കർത്താവേ. ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പോലെ വചനം കേട്ട് എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ കർത്താവ്. എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. സകല പ്രാർത്ഥനയാചനെ കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ഹല്ലേലൂയ. ജോൺ പ്രകാശ് പാസ്റ്റർ നമ്മുടെ നടുവിൽ